നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞയാഴ്ചയിലെ കനത്ത തകർച്ചകൾക്ക് ശേഷം ദലാൽ സ്ട്രീറ്റിൽ ഇന്ന് ഗംഭീരമായ ഒരു തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. സെൻസെക്സിലെ ഇന്നത്തെ ലോയിൽ നിന്നുള്ള വമ്പൻ റിക്കവറി, വിപ്രോയുടെ പുതിയ $375 മില്യൺ മെഗാ ഡീൽ, സുപ്രീം കോടതിയിൽ അദാനിക്ക് ലഭിച്ച വലിയ വിജയം, എണ്ണ വിപണിയിലെ നിർണായക നീക്കങ്ങൾ, ഒപ്പം 1 ലക്ഷം കോടി വിറ്റുവരവ് നേടി ചരിത്രം സൃഷ്ടിച്ച അമൂൽ തുടങ്ങി നിങ്ങളുടെ നിക്ഷേപങ്ങളെ ബാധിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്കൊരു ചെറിയ ചോദ്യം. FMCG കമ്പനികളെക്കുറിച്ച് നമ്മൾ എപ്പോഴും വാർത്തകളിൽ കേൾക്കാറുണ്ട്. എന്താണ് ഈ FMCG എന്നതിന്റെ പൂർണ്ണരൂപം? ഓപ്ഷൻ എ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്, ഓപ്ഷൻ ബി ഫിനാൻഷ്യൽ മാർക്കറ്റ് ക്യാപിറ്റൽ ഗ്രോത്ത്, ഓപ്ഷൻ സി ഫോറിൻ മാനുഫാക്ചറിംഗ് കമ്പനി ഗ്രൂപ്പ്. ഇതിന്റെ ശരിയായ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനം ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നതാണ്. ആദ്യമായി ഇന്നത്തെ മാർക്കറ്റിലെ ഉജ്ജ്വലമായ റിക്കവറിയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. വിപണിയിൽ രാവിലെയുണ്ടായ വീഴ്ചയ്ക്ക് ശേഷം താഴ്ന്ന ലെവലുകളിൽ നിക്ഷേപകർ നടത്തിയ വമ്പൻ ബൈയിങ് ആണ് മാർക്കറ്റിനെ ഇന്ന് തിരിച്ചു കയറ്റിയത്. സെൻസെക്സ് അതിന്റെ ഇന്നത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്നും 1450 പോയിന്റുകളാണ് മുകളിലേക്ക് കുതിച്ചത്. നിഫ്റ്റി 50 ആകട്ടെ 22,900 എന്ന സുപ്രധാന ലെവൽ തിരികെ പിടിച്ചു. ട്രെൻഡ്, SBI ലൈഫ്, ടൈറ്റൻ തുടങ്ങിയ ലാർജ് ക്യാപ് ഓഹരികൾ ഇന്ന് 3.5% നേട്ടമുണ്ടാക്കി ടോപ്പ് ഗെയിനേഴ്സിന്റെ പട്ടികയിൽ ഇടം പിടിച്ചു. ക്രൂഡോയിൽ വിപണിയിൽ നിന്നും ഇന്ന് സമ്മിശ്രമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കാരണം സൗദി അറേബ്യ തങ്ങളുടെ എണ്ണവില റെക്കോർഡ് പ്രീമിയത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. എന്നാൽ ഇതിനൊപ്പം തന്നെ വലിയൊരു ആശ്വാസവാർത്തയും വന്നിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചാൽ ഉടൻ തന്നെ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഒപെക് രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് വരും മാസങ്ങളിൽ ക്രൂഡ് ഓയിൽ വില കുറയാൻ വലിയ രീതിയിൽ സഹായിക്കും. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള ചില പ്രധാന ഡേറ്റകളും ഇന്ന് വന്നിട്ടുണ്ട്. സർവീസസ് PMI മാർച്ചിൽ 57.5 കുറഞ്ഞു. കഴിഞ്ഞ 14 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. യുദ്ധഭീതി സർവീസ് സെക്ടറിലെ ബിസിനസ് വളർച്ചയെ അല്പം മന്ദഗതിയിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. എന്നാൽ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നും വളരെ പോസിറ്റീവായ ഡേറ്റയാണ് വരുന്നത്. മാർച്ച് മാസത്തെ കാർ വിൽപ്പന കണക്കുകൾ പ്രകാരം ഇന്ത്യൻ വിപണിയിൽ SUVകളുടെ ആധിപത്യം വർദ്ധിക്കുകയാണ്. ഹാച്ച്ബാക്ക് കാറുകളുടെ ഡിമാൻഡ് വലിയ തോതിൽ ഇടിയുമ്പോൾ ടാറ്റ, മഹീന്ദ്ര പോലെയുള്ള കമ്പനികളുടെ SUVകൾക്ക് വമ്പൻ ഡിമാൻഡാണ്. ഇനി കോർപ്പറേറ്റ് ലോകത്ത് നിന്നുള്ള വമ്പൻ വാർത്തകളിലേക്ക് വരാം. IT ഭീമനായ വിപ്രോ വലിയൊരു ഏറ്റെടുക്കൽ നടത്തിയിരിക്കുകയാണ്. സിംഗപ്പൂർ ആസ്ഥാനമായ ഒലാം കമ്പനിയുടെ IT വിഭാഗത്തെ $375 മില്യൺ, അതായത് ഏകദേശം 3100 കോടിക്ക് വിപ്രോ സ്വന്തമാക്കി. പുതിയ CEOയുടെ കീഴിൽ വിപ്രോ ബിസിനസ് അതിവേഗം വിപുലിപ്പിക്കുന്നതിന്റെ സൂചനയാണിത്. IT സെക്ടർ പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് ഇത്തരമൊരു ഡീൽ വിപ്രോയ്ക്ക് വലിയ കരുത്ത് നൽകും. അടുത്തതായി അദാനി ഗ്രൂപ്പിന് സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ച വലിയൊരു ആശ്വാസവാർത്ത നോക്കാം. ജയ്പ്രകാശ് അസോസിയേറ്റ്സിനെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നതിനെതിരെ വേദാന്ത നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. അദാനിയുടെ ഏറ്റെടുക്കൽ നടപടികൾ നിർത്തിവെക്കാൻ കോടതി തയ്യാറായില്ല. വേണമെങ്കിൽ NCLATയിൽ പോയി കേസ് നടത്താനാണ് കോടതി വേദാന്തയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ കേസിൽ അദാനിക്ക് ലഭിച്ച ഈ വിജയം അവരുടെ സിമന്റ് ബിസിനസ് വിപുലീകരണത്തിന് വേഗം കൂട്ടും. അവസാനമായി FMCG സെക്ടറിൽ പിറന്ന ഒരു വലിയ റെക്കോർഡ് നോക്കാം. ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ബ്രാൻഡായ അമൂൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. 1 ലക്ഷം കോടി രൂപയുടെ വിറ്റുവരവ് നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ FMCG കമ്പനിയായി അമൂൽ മാറി. ഇന്ത്യൻ ബ്രാൻഡുകളുടെ കുതിപ്പും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ കരുത്തുമാണ് ഈ വമ്പൻ നേട്ടം കാണിക്കുന്നത്. ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ ഇവയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. FMCGയുടെ പൂർണ്ണരൂപം ഓപ്ഷൻ എ ആയ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് എന്നാണ്. ശരിയുത്തരം കമന്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മാർക്കറ്റിലെ ഈ വലിയ റിക്കവറി നാളെ നിഫ്റ്റിയെ 23,000 കടത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.